നിലമ്പൂർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉച്ചസ്ഥായിയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് യൂസഫ് പത്താൻ എം പി ആണ്. തൃണമൂലിന്റെ എം പി യൂസഫ് പത്താൻ നിലമ്പൂരിലെത്തിയിരിക്കുന്നത് PV അൻവറിന്റെ പ്രചാരണത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ PV അൻവർ എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്തേക്ക് യൂസഫ് പത്താൻ ഇറങ്ങിയിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കാണുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. ഇപ്പോൾ നിലമ്പൂരിലെ ടർഫിൽ കുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്കൊപ്പം യൂസഫ് പത്താൻ എത്തിയിരിക്കുന്നു. ആ ക്രിക്കറ്റ് താരത്തെ കാണാൻ, MP യെ കാണാൻ വേണ്ടി ആ കുട്ടികൾ അവിടെ ഉണ്ട്. ഇപ്പോൾ യൂസഫ് പത്താൻ നിലമ്പൂരിൽ എത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ PV അൻവറിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ് യൂസഫ് പത്താൻ എത്തിയിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ അവിടുത്തെ ടർഫിലെത്തി ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾക്കൊപ്പം ആ യുവ കായിക താരങ്ങൾക്കൊപ്പം യൂസഫ് പത്താൻ ചേർന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൈൽ മുഹമ്മദ് വിവരങ്ങൾ നൽകാനുണ്ട്. സുഹൈൽ, യൂസഫ് പത്താൻ എത്തുമ്പോൾ സ്വാഭാവികമായും ടർഫിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ കുട്ടികൾ ആവേശഭരിതരായിട്ടുണ്ടാവും, ആരാധകർ ഉണ്ടാകും. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഈ പറഞ്ഞതുപോലെ തന്നെ യൂസഫ് പത്താൻ എന്ന രാഷ്ട്രീയക്കാരനേക്കാൾ നമുക്ക് സുപരിചിതനായത് യൂസഫ് പത്താൻ എന്ന ക്രിക്കറ്റ് താരമാണ്. നമ്മളേക്ക് ഒരു കാലത്ത് ഏറെ കോളിളക്കം കൊള്ളിച്ച ആ താരത്തെ കാണാൻ നിരവധി ആരാധകരും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് വിദ്യാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് യൂസഫ് പത്താൻ ഇവിടെ നിലമ്പൂരിലുള്ള ടർഫിലെത്തിയത്. ഇവിടെ ഈ വിദ്യാർത്ഥികളുമായ ഒരു 1 ഓവർ മാച്ച്, ഒരു 6 ബോൾ മാത്രമുള്ള ഒരു മാച്ചിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയുന്നത് പോലെ തന്നെ യൂസഫ് പത്താൻ PV അൻവറിനായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ ടർഫിൽ എത്തിയിരിക്കുന്നത്. തുടക്കത്തിലേക്ക് പതിയെ പ്രചാരണം ഇറങ്ങി PV അൻവർ യൂസഫ് പത്താൻ അടക്കമുള്ള സ്റ്റാർസിനെ ക്യാമ്പിൽ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. യൂസഫ് പത്താനുമായി ഇവിടെ നിലമ്പൂർ തൊട്ട് വഴിക്കട വരെ ഏകദേശം 10-25 കിലോമീറ്റർ ദൂരത്ത് ഒരു വലിയ റോഡ് ഷോയും നടത്തുന്നുണ്ട്. ഇത് ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് PV അൻവറിന്റെ നീക്കം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ യൂസഫ് പത്താൻ വീണ്ടും കൈകളിൽ ഗ്ലൗസ് അണിഞ്ഞ് ബാറ്റ് പിടിച്ചിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ ബോളുകൾ യൂസഫ് പത്താൻ നേരിടും. 1 ഓവർ മാച്ച് ഇവിടെ തുടങ്ങുകയാണ്. ഇന്ന് കോഴിക്കോടാണ് യൂസഫ് പത്താൻ വിമാനമിറങ്ങിയത്. അത് ഇപ്പോഴാണ് നിലമ്പൂരിലെത്തിയത്. നിലമ്പൂരിൽ ഏകദേശം ഈ 11:30 ഈ പരിപാടി പൂർത്തിയായ ശേഷം വീണ്ടും വിശ്രമത്തിന് ശേഷം 3 മണിക്കായിരിക്കും യൂസഫ് പത്താന്റെ റോഡ് ഷോ ഉള്ളത്. തുടക്കത്തിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പതിയെ പോക്കായിരുന്നു PV അൻവറിന്. പക്ഷേ ഇന്നലെ മുതൽ കളം നിറയാൻ ഏകദേശം കലാശക്കൊട്ടിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ രീതിയിൽ തന്നെ ആളുകളിലേക്ക് എത്തിച്ചേരാൻ സ്റ്റാർ ക്യാമ്പയിൻസിനടക്കം രംഗത്തിറക്കിയാണ് PV അൻവർ. അതിന്റെ ഭാഗമായാണ് തൃണമൂൽ MP യും തൃണമൂലിന്റെ പ്രധാനപ്പെട്ട നേതാവുമായ യൂസഫ് പത്താനെ തന്നെ ഇപ്പോൾ രംഗത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ മഹുവ മൊയ്ത്ര അടക്കമുള്ള എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും യൂസഫ് പത്താൻ മാത്രമാണ് മണ്ഡലത്തിൽ എത്തുന്നത്. യൂസഫ് പത്താനുമായി വലിയ റോഡ് ഷോ, അതായത് ഏകദേശം 10-25 കിലോമീറ്റർ നിലമ്പൂർ തൊട്ട് വഴിക്കടവ് എന്ന് പറഞ്ഞാൽ ഈ നിലമ്പൂർ പഞ്ചായത്തിന്റെ അതിർത്തിയിലുള്ള പഞ്ചായത്താണ്. വഴിക്കടവ് വരെ 10-30 കിലോമീറ്റർ റോഡ് ഷോയാണ് 3 മണിക്ക് നടക്കാൻ പോകുന്നത്. 3 മണിക്ക് തുടങ്ങുന്ന റോഡ് ഷോ ഏതാണ്ട് 7 മണിക്ക് മാത്രമാണ് ഷെഡ്യൂൾ പ്രകാരം അവസാനിക്കുകയുള്ളൂ. അതായത് 3 മണിക്കൂറോളം നീണ്ട ഒരു റോഡ് ഷോ കൂടി യൂസഫ് പത്താനുമായി ഒത്ത് PV അൻവർ നടത്തുമ്പോൾ മറ്റു മുന്നണികൾ സ്ഥാനാർത്ഥികൾ ഈ സ്റ്റാർ ക്യാമ്പയിൻസിനും VIP ക്യാമ്പയിൻസിനും രംഗത്തിറക്കുമ്പോൾ അതേപോലെ തന്നെ നാണയത്തിൽ തന്നെ തന്റെ പക്കൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുമ്പോൾ തന്നെ തൃണമൂലിന്റെ MP യൂസഫ് പത്താനും ഇറക്കി കളം നിറയാൻ, അതുവഴി കൂടുതൽ വോട്ടർമാരിലേക്ക് എത്താൻ. പ്രത്യേകിച്ച് നിലമ്പൂരാണ്, മലപ്പുറമാണ്, ഫുട്ബോൾ പ്രേമികളുള്ള, ക്രിക്കറ്റ് പ്രേമികളുള്ള, കായിക പ്രേമികളുടെ പ്രത്യേക മണ്ണുകൂടിയാണ്. അവിടെ യൂസഫ് പത്താൻ ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടെന്ന് PV അൻവറിന് അറിയാം. ആ സ്റ്റാർ വാല്യൂ കൂടി ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ പൂൾ ചെയ്യിക്കാനുള്ള ശ്രമത്തിലായിരിക്കും PV അൻവർ ഉള്ളത്. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള പ്രചാരണം PV അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ട്. DJ വാഹനങ്ങൾ, വാഹന പ്രചാരണ ജാഥയ്ക്ക് വേണ്ടി നിരവധി ലോറികൾ, ജീപ്പുകൾ, അങ്ങനെ ആകെ മൊത്തം ഒരു ഫ്ലെക്സുകൾ, അങ്ങനെ തുടക്കത്തിൽ പതിയെ പോയ PV അൻവർ ശരിക്കും യഥാർത്ഥത്തിൽ നിലമ്പൂരിന്റെ പ്രചാരണ കളത്തിൽ കൂടുതൽ തെളിഞ്ഞു വരികയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ അറിയുന്ന പോലെ തന്നെ പശ്ചിമ ബംഗാളിലെ MP ആയ യൂസഫ് പത്താൻ ഇപ്പോൾ ഓരോ ബോളുകളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള അടുത്തുള്ള ക്രിക്കറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികളാണ് യൂസഫ് പത്താന് വേണ്ടി ബോൾ എറിയുന്നത്. അദ്ദേഹം രാഷ്ട്രീയക്കാരനെന്നതിന് പുറത്തേക്ക് ഒരു ക്രിക്കറ്റ് താരമായി ഇപ്പോൾ ടർഫിലെത്തിയിരിക്കുന്നു. ആദ്യത്തെ പന്ത് നേരിട്ടിരിക്കുന്നു. തന്നെയായിരിക്കും യൂസഫ് പത്താനുമായി ഒത്തുള്ള റോഡ് ഷോ തുടങ്ങുക. ജിക്കെ, യൂസഫ് പത്താൻ ഒരു 1 ഓവർ മാച്ച് അവിടുത്തെ തൊട്ടടുത്തുള്ള ക്രിക്കറ്റ് അക്കാദമിയിലെ കുട്ടികളുമായി കളിക്കുകയാണ്. യൂസഫ് പത്താൻ എന്ന ക്രിക്കറ്റ് താരത്തെ വളരെ ആവേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി PV അൻവറിന്റെ പ്രചാരണാർത്ഥമാണ് യൂസഫ് പത്താൻ ഇപ്പോൾ നിലമ്പൂരിൽ എത്തിയിട്ടുള്ളതെങ്കിൽ പോലും ക്രിക്കറ്റ് താരം എന്ന നിലയിൽ പത്താനുള്ള ആരാധകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ കുട്ടികളുടെ ബോളുകൾ പത്താൻ ഫേസ് ചെയ്യുകയാണ്. 6 പന്തുകൾ ഉള്ള ഒരു സിംഗിൾ ഓവർ മാച്ച് ആണ് പത്താൻ ഇപ്പോൾ കളിക്കുന്നത് കുട്ടികൾക്കൊപ്പം. ഏതായാലും മലപ്പുറത്ത് PV അൻവറിന്റെ പ്രചാരണത്തിൽ ആവേശം വിതറാൻ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എത്തുന്നു എന്നതിന്റെ സൂചനയായി പത്താൻ വരവിനെ കാണാം. തൃണമൂൽ MP ആയ പത്താൻ PV അൻവറിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ PV അൻവർ പരമാവധി വോട്ടുകൾ ലഭ്യമാക്കാൻ വേണ്ടിയാണ് പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. നിലമ്പൂരിൽ പത്താൻ എത്തുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ക്രിക്കറ്റ് ആരാധകർ, കുട്ടി
താരങ്ങൾ, കായിക താരങ്ങളൊക്കെ തന്നെ അവർ പഠാനൊപ്പം ചേർന്നിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ക്രിക്കറ്റ് അക്കാഡമിയിലെ കുട്ടികളാണ് ടർഫിൽ ഇപ്പോൾ പഠാന് ബോൾ എറിഞ്ഞു കൊടുക്കുന്നത്. അവരുടെ ബോളുകൾ ഫേസ് ചെയ്യുകയാണ് യൂസഫ് പഠാൻ എന്ന ക്രിക്കറ്റർ. ഏതായാലും ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി എത്തിയിരിക്കുന്ന യൂസഫ് പഠാൻ ഇനി ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കും എന്നാണ് സുഹൈലിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയിൽ പഠാനും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ PV അൻവറും ഉണ്ടാകും. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വഴിയെ. ഇപ്പോൾ അവിടുത്തെ ഒരു ക്രിക്കറ്റ് ക്ലബിൽ അവിടുത്തെ കുട്ടികൾക്കൊപ്പം മാച്ച് കളിക്കുന്ന യൂസഫ് പഠാൻ MP യാണ് നമ്മളിപ്പോൾ കണ്ടത്.